നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 9. അങ്ങനെ നിഫ്റ്റിയുടെ ഈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറിയാണ് ഇന്ന്. ആയതിനാൽ തന്നെ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ H-1B വിസയുടെ $1,00,000 ഫീസ് വർധനവ് നിയമവിരുദ്ധമാണെന്നുള്ള വിധി ഇന്നലെ ഫെഡറൽ ജഡ്ജി വിധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരുന്നു യുഎസുമായി ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒരുപക്ഷെ സാധ്യമാകാമെന്നുള്ള സൂചനകളാണ് ഇന്ത്യൻ കൊമേഴ്സ് മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. എന്നാൽ നിലവിൽ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈക്ക് ശേഷമുള്ള താരിഫുകളിൽ വ്യക്തത വന്നതിന് ശേഷമേ ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാർ അന്തിമമാകാനുള്ള സാധ്യതകൾ ഉള്ളൂ എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നതും. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ വീണ്ടും യുഎസിൽ നിന്ന് കണ്ടിരുന്നു ഇന്ത്യ ഉൾപ്പെടെ 54 രാജ്യങ്ങൾക്കെതിരെ ഫോഴ്സ്ഡ് ലേബറുമായി ബന്ധപ്പെട്ടുള്ള 12.5% അഡീഷണൽ താരിഫിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ അഡീഷണൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത വരേണ്ടതായിട്ടുമുണ്ട്. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ കഴിഞ്ഞ വീക്കെൻഡിൽ ഹീറ്റപ്പ് ആയെങ്കിലും ഇന്നലെ നേരിയ തോതിൽ കൂൾ ഓഫ് ആകുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. പുതിയ ആക്രമണങ്ങളോ പ്രത്യാക്രമണമോ ഉള്ളതായിട്ടുള്ള റിപ്പോർട്ട്സ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് ബാബൽ മന്ദേബ് സുരക്ഷാ മേഖല ഉയർന്നു വരുമെന്നുള്ള മുന്നറിയിപ്പ് ഇന്നലെ ഇറാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ ഭിന്നത വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതും. ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള മുന്നറിയിപ്പും ട്രംപ് നൽകുകയും ചെയ്തു. അമേരിക്കയുടെ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് ഇറാന് നേരെയുള്ള ആക്രമണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, എന്നാൽ പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉടൻ തന്നെ സംഘർഷം ലഘൂകരിക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായ പുതിയ ഡെവലപ്മെന്റ്സുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് തന്നെ തുടരുന്നുമുണ്ട്. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ NLC ഇന്ത്യ, IRB ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽ വികാസ് നിഗം, JNK ഇന്ത്യ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് ഒരുപക്ഷെ മാർക്കറ്റിൽ ശ്രദ്ധ ആകർഷിച്ചേക്കാം. അവയുടെ വിശദാംശങ്ങൾ സ്റ്റോക്കിംഗ് ന്യൂസിൽ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം ഒരുപക്ഷെ നിഫ്റ്റിയിൽ ഇന്ന് റേഞ്ച് ബൗണ്ട് ട്രേഡിങ്ങിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയില്ല. എന്നാൽ അതേസമയം 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് 22,700 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം നിഫ്റ്റിക്ക് ഇന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയാണെങ്കിൽ 23,300 എന്ന ലെവലിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഒരുപക്ഷെ നേരിട്ടേക്കാം. ആയതിനാൽ തന്നെ ഈ ലെവലും നിഫ്റ്റിക്ക് മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 23,500, 23,600 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെ ഇല്ലെങ്കിലും യുഎസിൽ നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മെയ് മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. ഗ്ലോബൽ ക്യൂസ് ശക്തമായി മോശമായി മാറിയതിനെ തുടർന്നും ജിയോ പൊളിറ്റിക്കൽ ആശങ്കകൾ ശക്തമായി വർദ്ധിച്ചതിന്റെ ഫലമായിട്ടും ബ്രോഡ് ബേസ്ഡ് സെല്ലിംഗിലേക്ക് നയിച്ചതിന്റെ ഭാഗമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനും ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 5,555.67 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ചെയ്തത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5,165.24 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADR ഫ്ലാറ്റ് ആയിട്ടും ഡോക്ടർ റെഡ്ഡീസ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടും HDFC ബാങ്ക് ADR 1.25% ICIC ബാങ്ക് ഇൻഫോസിസ് ADRകൾക്ക് 1% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ വിപ്രോ ADRന് 3.25% നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റില് തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിലെ ഇടിവിന് ശേഷം തിരിച്ചു വരുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൂളിംഗ് ആയതിനെ തുടർന്നും കൂടാതെ ടെക് സ്റ്റോക്കുകൾക്ക് ഏതാനും ട്രേഡിംഗ് സെഷനുകൾ
മുകളിലെ ഇടിവിന് ശേഷം ഇന്നലെ നേരിയ തോതിൽ തിരിച്ചുവരവ് നടത്തുവാനുമായി ഇന്റലിന്റെയൊക്കെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്നലെ 8% ഉയർച്ചയാണ് സിംഗിൾ ഡേയിൽ അനുഭവപ്പെട്ടതും. തൽഫലമായി S&P 500-ന് 0.5%-ലേറെയും നാസ്ഡാക്കിന് 0.25%-ലേറെയും നേട്ടം കൈവരിക്കുവാനുമായി. എങ്കിലും യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.5%-ലേറെ അഥവാ 149 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് നിലവിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-നടുത്തും ജർമ്മൻ മാർക്കറ്റിന് 0.5%-ലേറെയും നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. ഇന്ന് വെളുപ്പിനെ 2:30 ട്രേഡിംഗ് അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഞാൻ ഇന്ന് ഇച്ചിരി നേരത്തെയാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഏകദേശം 5:30 ആയിട്ടുള്ളൂ. രാവിലെ 6:30 വീണ്ടും ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് പുനരാരംഭിക്കുകയുമുള്ളൂ. ഏഷ്യൻ മാർക്കറ്റ്സ് ഒന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഇടിവാണ് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $94.20 ക്രൂഡ് ഓയിലിന്റെ വില $91.21 per ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഉയർച്ച രേഖപ്പെടുത്തി നേരിയ തോതിൽ $4313.58 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 0.65 എന്ന നിലയിലും മാക്സ് പെയിൻ 23,200 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ ഉണ്ടായ ശക്തമായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിയുടെ RSI 35.77 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 23,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. എന്നാൽ അതേസമയം 22,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,100 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. NLC ഇന്ത്യ സ്റ്റോക്കിലെ 3% വരെ വരുന്ന ഓഹരികൾ ഇന്ത്യ ഗവൺമെന്റ് ഓഫർ ഫോർ സെയിലിലൂടെ വിറ്റഴിക്കും. ഓഹരി ഒന്നിന് 303 രൂപയാണ് ഫ്ലോർ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നോൺ റീറ്റെയിൽ നിക്ഷേപകർക്ക് ജൂൺ 9-ന് OFS ഓപ്പൺ ആകും. റീറ്റെയിൽ നിക്ഷേപകർക്ക് ജൂൺ 10-നായിരിക്കും OFS ഓപ്പൺ ആവുകയും ചെയ്യുക. IRB ഇൻഫ്രാസ്ട്രക്ചർ മെയ് മാസത്തിൽ കമ്പനിയുടെ ടോൾ വരുമാനം ഇയർ ഓൺ ഇയർ ബേസിസിൽ 25% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 843 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഗ്രാസിം ഇൻഡസ്ട്രീസ് കർണാടകയിലെ ഹരിഹാറിൽ 110 KTPI വഴിയുള്ള ലിയോസെൽ ശേഷിയുടെ രണ്ടാം ഘട്ട വിപുലീകരണത്തിനായിട്ട് കമ്പനി 3,094 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു. HCL ടെക്നോളജീസ് ഗൂഗിൾ ക്ലൗഡുമായിട്ട് സഹകരിച്ചുകൊണ്ട് AI ഇന്നോവേഷൻ സോൺ കമ്പനി ആരംഭിച്ചു. റെയിൽ വികാസ് നിഗം സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 221.33 കോടി രൂപയുടെ EPC കരാർ അഥവാ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ കരാർ കമ്പനിക്ക് ലഭിച്ചു. JNK ഇന്ത്യ മാലിന്യ വാതക കൈകാര്യം ചെയ്യൽ സംവിധാനങ്ങൾക്കായി UAE-ലെ CC7 എമിറേറ്റ്സ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് LLC-യിൽ നിന്ന് 100 കോടി രൂപ മുതൽ 300 കോടി രൂപ വരെ വിലമതിക്കുന്ന ഒരു വലിയ കരാർ കമ്പനിക്ക് ലഭിച്ചു. JSW എനർജി ഗുജറാത്തിലെ ഹലോളിൽ കമ്പനി വിൻഡ് ബ്ലേഡ് നിർമ്മാണ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. ഭാരതി എയർടെൽ ആൻഡ് വോഡഫോൺ ഐഡിയ ടെലികോം ലൈസൻസുകൾ അനുവദിച്ച് വർഷങ്ങൾക്കു ശേഷവും അവയുടെ സാമ്പത്തിക നിബന്ധനകൾ മുൻകാല പ്രാബല്യത്തോടെ മാറ്റാൻ സർക്കാരിന് അധികാരമില്ലെന്ന് വിധിച്ചുകൊണ്ട് ഭാരതി എയർടെലിനും വോഡഫോൺ ഐഡിയയ്ക്കും മേൽ ചുമത്തിയ കേന്ദ്രത്തിന്റെ ഒറ്റത്തവണ സ്പെക്ട്രം ചാർജ് ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.